വരന്തരപ്പള്ളി കോരനുടി പുതുക്കുളത്തിൽ വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കുളത്തിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരുടെ മുന്നറിയിപ്പ്. കൈപ്പറമ്പ് പുത്തൂരിൽ തിരുവാണിക്കാവ് ഉത്സവത്തിനിടെ ആനയിടഞ്ഞതിനെ തുടർന്ന് വാദ്യക്കാരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കച്ചവടക്കാരുടെ സ്റ്റാളുകൾ ആന തകർത്തു. നടത്തറ കൊഴുക്കുള്ളിയിൽ 22 കിലോ കഞ്ചാവ് എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട് വീട്ടിലുണ്ടായിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. ലോക്സഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് TN പ്രതാപനു വേണ്ടി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത്. എളവള്ളിയിലാണ് വിലക്ക് ലംഘിച്ച് മതിലിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. അവണിശ്ശേരി 7 കമ്പനിക്ക് സമീപം ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു. 7 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. മലക്കപ്പാറ മേഖലയിലെ റോഡ് നവീകരണം വിനോദസഞ്ചാരികളുടെ സന്ദർശനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുജലാശയമായ കോരനുടി പുതുക്കുളത്തിൽ വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളി. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുളമാണ് ഇതേ തുടർന്ന് മലിനമായത്. ദുർഗന്ധം വന്നതോടെ സമീപവാസികളാണ് കുളത്തിൽ മാലിന്യം തള്ളിയത് കണ്ടെത്തിയത്. ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യമാണ് കുളത്തിലേക്ക് തള്ളിയതെന്ന് കരുതുന്നു. വിവരമറിഞ്ഞ് വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി. 1 ഏക്കറിലേറെ വിസ്തൃതിയുള്ള കുളത്തിലെ വെള്ളം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സമീപത്തെ വീട്ടുകിണറുകളിലേക്കും മാലിന്യം കലരാനിടയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ രാത്രികളിലാണ് മാലിന്യം തള്ളിയതെന്ന് കരുതുന്നു. നിറയെ വെള്ളമുള്ള കുളത്തിൽ മാലിന്യം പൊന്തിക്കിടക്കുന്ന നിലയിലാണ്. പ്രദേശവാസികൾ കുളത്തിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലിന്യം കലർന്ന വെള്ളം പമ്പ് ചെയ്ത് കളയാനും സാധിക്കാത്ത അവസ്ഥയിലാണ്. പുറത്തേക്ക് ഒഴുക്കിയാൽ മറ്റ് ജലസ്രോതസ്സുകളിലേക്കും മാലിന്യം കലരാനിടയുണ്ട്. ജില്ലാ ആരോഗ്യ വിഭാഗവുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വ്യാപകമായി കക്കൂസ് മാലിന്യം കുളത്തിൽ തള്ളിയ സംഘത്തെ പിടികൂടാൻ നാട്ടുകാരുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ പറഞ്ഞു. സാമൂഹ്യദ്രോഹികൾ 1-2 ദിവസം മുൻപ് വന്ന് കക്കൂസ മാലിന്യം ഇവിടെ തള്ളുകയും അതിനോട് തുടർന്ന് അത് പൊന്തി ഇവിടുത്തെ ജനങ്ങൾക്ക് സ്മെല്ലുണ്ടാവുകയും ഇവിടുത്തെ വെള്ളത്തിന് ഉള്ള മാലിന്യം ത്തിലേക്ക് എത്തിരിക്കുകയാണ്. മേഖലയിൽ ഒരുപാട് ജനസാന്ദ്രതയുള്ള മേഖലയാണ്. ഇവിടെത്തെ ജനങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവർ കലക്കാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ വേനൽക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തുവാനായിട്ട് ജനങ്ങളുടെ ഭാഗത്ത് തന്നെ വലിയൊരു ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ സമീപ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. TCV ന്യൂസ്, പുതുക്കാട്. കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞതിനെ തുടർന്ന് വാദ്യക്കാരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിലെ പൂരം എഴുന്നള്ളിപ്പിനിടെയാണ് ആന ഇടഞ്ഞത്. ചൂരക്കാട്ടുകര സ്വദേശി അശ്വിൻ, പെരിങ്ങോട്ടുകര സ്വദേശി അവിനാഷ് എന്നിവർക്ക് ആനപ്പുറത്തുനിന്ന് വീണ് പരിക്കേറ്റു. ആനയിടഞ്ഞത് കണ്ട് ഭയന്നോടിയ മേളപ്രമാണി വെള്ളിത്തുരുത്തി സ്വദേശി ഉണ്ണിനായർ, ചെണ്ടകലാകാരൻ അരിയന്നൂർ സ്വദേശി ഹരികൃഷ്ണൻ എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിരണ്ടോടിയ ആന പൂരപ്പറമ്പിലെ കച്ചവട സ്റ്റാളുകളും തകർത്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇടഞ്ഞോടിയ ആന സമീപത്തെ പറമ്പിൽ ശാന്തനായി നിന്നതോടെ മറ്റ് പാപ്പാന്മാർ ചേർന്ന് തളയ്ക്കുകയായിരുന്നു. നേരം വിളിക്കാറാകുമ്പോൾ 6 മണി കഴിഞ്ഞ് 5:30 ഒരു 10-15 ഉറുപ്പിക നഷ്ടമാണ് നമുക്ക്. ഇതൊക്കെ ലക്ഷക്കണക്കിന് ഉറുപ്പിക, 10-15 ലക്ഷം ഉറുപ്പിക മുതലാണ്. അതൊക്കെ ഒരു 5-8 ലക്ഷം ഉറുപ്പിയിട്ട് മേലെ നശിച്ചു പോയിട്ടുണ്ട്. 8-9 ഉറുപ്പിയോളം ലക്ഷം ഉറുപ്പിയുടെ സാധനങ്ങളുണ്ട്. സ്റ്റാളും സാധനങ്ങളും ജനറേറ്ററും എല്ലാം ഒക്കെ കൂടിയിട്ടൊക്കെ അത്രയും. ഇനി ഇതിലൊന്നും എടുക്കാനില്ല, കംപ്ലീറ്റ് തകർന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്റ്റാൾ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യുമ്പോഴത്തേനും സീസൺ അവസാനിക്കും. എൻ്റെ ചെറിയൊരു സ്റ്റാളാണ്. എല്ലാ സാധനങ്ങളും നശിച്ചു, കട്ടിലൊക്കെ ഒടിഞ്ഞു നാശമായി.
കൊഴുക്കുള്ളി സൗഹൃദ നഗറിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. മാളക്കാരൻ റിക്സന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ബൈക്കിൽ കഞ്ചാവ് കൊണ്ടുവരികയായിരുന്ന റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ട് വീട്ടിൽ ഓടിക്കയറി കഞ്ചാവ് ഒളിപ്പിച്ചതിന് ശേഷം രക്ഷപ്പെടുകയായിരുന്നു. റിക്സന്റെ വീട്ടിൽ പിന്തുടർന്നെത്തിയ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ചിരുന്ന വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും നാളുകളായി യുവാവ് നിരീക്ഷണത്തിലായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാവിന്റെ വീട്ടിൽ രാത്രികാലങ്ങളിൽ പലരും വന്നു പോകാറുണ്ടെന്നും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് ഷാനവാസ് പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർമാരായ ടി.ജി. മോഹനൻ, കെ. സുനിൽകുമാർ, പി.വി. അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി.വി. വിശാൽ, ശ്രീജിത്ത് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ട് അദ്ദേഹം ഇറങ്ങി ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയും തുടർന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ വീടും മറ്റും പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം സാധനങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇയാൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. ഈ വീട്ടിൽ അയാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഈ വീട്ടിൽ രാത്രികാലങ്ങളിൽ ഒരുപാട് അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അന്വേഷണത്തിൽ ഇയാളുടെ ഭാര്യ ഇവിടെ ഇല്ല, കുടുംബം താമസിക്കുന്നത്. ഈ വീട് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വീടായിട്ടാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനനുസരിച്ചാണ് നമുക്ക് അയച്ചത്. ടി.എൻ. പ്രതാപനു വേണ്ടി വീണ്ടും ചുമരെഴുത്ത്. ചിറ്റാറ്റുകര കിഴക്കേത്തലയിലാണ് ടി.എൻ. പ്രതാപനു വേണ്ടി വീണ്ടും ചുമരെഴുത്ത് ഉയർന്നത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നാണ് ചുമരെഴുത്തിൽ ഉള്ളത്. കൈപ്പത്തി ചിഹ്നവും ചുമരിൽ വരച്ചിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് വെങ്കടങ്ങ് പഞ്ചായത്തിലും സമാനമായ രീതിയിലുള്ള ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ടി.എൻ. പ്രതാപൻ MP ഇടപെട്ട് ചുമരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനിടെയാണ് എളവള്ളി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. അവണിശ്ശേരി 7 കമ്പനിക്ക് സമീപം ഫർണിച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു. എടക്കുന്നി കാപ്പുഴ രഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ നിർമ്മാണശാലയിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്ന തേക്ക് മരങ്ങളും നിർമ്മാണം പൂർത്തിയായ കട്ടിൽ, സെറ്റി, കസേരകളും കട്ടർ അടക്കമുള്ള മെഷീനറികളും ഷെഡും പൂർണ്ണമായും കത്തിനശിച്ചു. 7 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇന്നലെ വൈകിട്ട് സമീപത്തെ പറമ്പിൽ ചവറിന് തീപിടിച്ചിരുന്നു. തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നും 2 യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീയണച്ചത്. പുലർച്ചെ 2 മണിക്കായിരുന്നു ഇത് കത്തിന്ന് വന്നിട്ട് തൊട്ടപ്പുറത്തെ ചേട്ടൻ വിളിച്ച് പറഞ്ഞത്. വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് കത്തി നശിച്ചിരുന്നു. പിന്നെ എൻ്റെ മെഷീനറികളായ പ്ലൈനർ, ജിപ്സോ, സ്റ്റാൻഡ് ഡ്രില്ല്, റൂട്ടർ, കട്ടർ എല്ലാ ഐറ്റംസും കത്തി നശിച്ചു. ഒരു 7 ലക്ഷത്തിൻ്റെ നഷ്ടം വന്നിട്ടുണ്ട് ശരിക്ക് നോക്കുമ്പോൾ. കയ്പമംഗലം കാളമുറിയിൽ കഞ്ഞിക്കട കത്തിനശിച്ചു. കയ്പമംഗലം സ്വദേശി കിളിക്കോട്ട് സുബിത പ്രത്യൂഷ് കുമാർ നടത്തുന്ന കഞ്ഞിക്കടയാണ് കത്തിനശിച്ചത്. കാളമുറി സെന്ററിന് പടിഞ്ഞാറ് തൂമുങ്ങൽ പാലത്തിനടുത്ത് ഒരുമ എന്ന പേരിൽ 3 ദിവസം മുൻപാണ് കട തുടങ്ങിയത്. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കട പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. ഫർണിച്ചറുകളും പാത്രങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. പുത്തൂര് ജോബിനാഥിന്റെ സ്ഥലത്താണ് കഞ്ഞിക്കട നടത്തിയിരുന്നത്. സമീപത്തെ വീട്ടിലെ CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യവിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതാണെന്ന് സംശയമുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മലക്കപ്പാറ മേഖലയിലെ റോഡ് നവീകരണം വിനോദസഞ്ചാരികളുടെ സന്ദർശനത്തെ പ്രതികൂലമായി ബാധിച്ചു. പൊകലപ്പാറ മുതൽ ചളിമേട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നടക്കുന്ന റോഡ് ടാറിംഗ് ആണ് വാഹന സഞ്ചാരത്തിന് തടയിട്ടത്. ചാലക്കുടിയിൽ നിന്നും വാഴച്ചാൽ വരെ മാത്രമേ ജനുവരി 22 വരെ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. തമിഴ്നാട്ടിലെ പൊങ്കൽ അവധിയായതിനാൽ ഇപ്പോൾ അതിരപ്പള്ളിയിൽ ധാരാളം വിനോദസഞ്ചാരികൾ എത്തേണ്ടതായിരുന്നു. എന്നാൽ മലക്കപ്പാറ വഴി കടക്കാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ 2 ദിവസമായി നാമമാത്രമായാണ് ഇവിടെ ആളുകൾ എത്തുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെയും സ്ഥിതി മറിച്ചല്ല. സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അതിരപ്പള്ളിയിലെ മുഖ്യ സന്ദർശകർ. തുമ്പൂർമുഴിയിലെ പാർക്കിലും കാര്യമായി തിരക്കില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇവിടെയും സ്കൂൾ കുട്ടികളാണ് എത്തുന്നത്. പ്രധാന ദിനങ്ങളിൽ ജനങ്ങൾ എത്താത്തത് പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയായി. പൊതുമരാമത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള BMBC റോഡ് നിർമ്മാണത്തിന്റെ പൊകലപ്പാറ പ്രദേശത്തെ പ്രവൃത്തികൾ 7 ദിവസത്തിനകം തീരുമെന്നാണ് അധികൃതർ പറയുന്നത്. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്ത് വീട്ടിലെ പോർച്ചിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല കുന്നംകുളം നെല്ലിപ്പറമ്പത്ത് പ്രവീണിനെയാണ് SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് ശൃംഗപുരം കല്ലഴി വീട്ടിൽ രാജീവിന്റെ വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. SIമാരായ ഹാരോൾഡ് ജോർജ്, ജോഷി, ASI CT രാജൻ, CPOമാരായ ബിനിൽ, വിപിൻ, കൊല്ലാറ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കാൽ വഴുതി വീണ വയോധിക മരിച്ചു. തിരുവല്ലുവാമല പാമ്പാടി പള്ളിപ്പറ്റ വീട്ടിൽ ദിവാകരന്റെ ഭാര്യ 63 വയസ്സുള്ള രത്നകുമാരിയാണ് മരിച്ചത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗവുമായ ദീപ എസ് നായരുടെ അമ്മയാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കവേ കാൽ വഴുതി വീഴുകയായിരുന്നു. ചന്ദ്രാപിന്നിയിൽ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകൾ മോഷണം പോയി. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിന് തെക്ക് ഇടശ്ശേരി വീട്ടിൽ സുഷജ, സമീപവാസി ഇടശ്ശേരി വീട്ടിൽ ആകാശ് എന്നിവരുടെ വീടുകളിൽ സ്ഥാപിച്ച മോട്ടോറുകളാണ് മോഷണം പോയത്. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. നീലത്തുമഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ശ്രീകുരുമ്പ പുരസ്കാരം മേളവിദ്വാൻ കിഴക്കൂട്ട് അനിയന്മാരാർക്ക് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടക്കോവിലകത്ത് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചൂണ്ടലാത്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ MB മുരളീധരൻ പൊന്നാടയണിയിച്ചു. വലിയ തമ്പുരാന്റെ പ്രതിനിധി രഘുനന്ദന രാജ, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി എന്നിവർ സംസാരിച്ചു. അതിലുപരി ഈ രാജകുടുംബത്തിൻ്റെ തിരുമുറ്റത്ത് ഇങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സൊരുക്കിയതിലുള്ള ആദ്യം കുട്ടി കൊല്ലം തന്നെയാണ് തിരുവമ്പാടിയിൽ ചോളമാണ് ഏറ്റെടുക്കുവാനും. പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ പ്രവർത്തനരഹിതമായിട്ട് 1 വർഷം പിന്നിട്ടു. ചെറിയ വാഹനങ്ങളും റോഡ് മുറിച്ച് കടക്കുന്ന യാത്രക്കാരും സംസ്ഥാന പാതയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ദയാവായ്പിനു വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ്. സുഗമമായ ഗതാഗതത്തിന് വേണ്ടി ഈ ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച സിഗ്നലുകൾ കൺതുറന്നില്ല. ഈ കാലത്തിനുള്ളിൽ ഒട്ടേറെ പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും അധികൃതർ അനങ്ങിയിട്ടില്ല. സിഗ്നൽ സംവിധാനം ഇല്ലാതായതോടെ അക്കിക്കാവ് മുതൽ വടക്കോട്ട് 3 കിലോമീറ്ററിനുള്ളിൽ ഇരു സംസ്ഥാന പാതകളിലും അപകടങ്ങൾ ഇരട്ടിച്ചു. അപകടങ്ങൾ വർദ്ധിച്ചത് പരിശോധിക്കാൻ മോട്ടോർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സിഗ്നലിന്റെ കാര്യത്തിൽ അവരും കണ്ണടച്ചു. കുന്നംകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നാണ് സംസ്ഥാന പാതയിലേക്ക് തിരിയേണ്ടത്. കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കും വരെ ജംഗ്ഷനിൽ കാത്തു നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോഴെന്ന് ഡ്രൈവർമാർ പറയുന്നു. പെരുമ്പിലാവ് സെന്ററിലെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കുട്ടികളാണ് റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്നത്. ചെറിയ അപകടങ്ങൾ ദിനംപ്രതി നടക്കുന്നുണ്ട്. ഇടവും വലവും നോക്കാതെ പായുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മുന്നിലേക്കാണ് പലപ്പോഴും യാത്രക്കാർ എത്തിപ്പെടുക. 1 വർഷം മുൻപ് വരെ കെൽട്രോണിനായിരുന്നു അറ്റകുറ്റപ്പണിയുടെ ചുമതല. കരാർ പുതുക്കൽ ഇതുവരെ നടന്നിട്ടില്ല. പരസ്യ ഏജൻസികൾക്ക് കരാർ കൈമാറിയെന്നും പരസ്യത്തിൽ നിന്നുള്ള വരുമാനം അറ്റകുറ്റപ്പണികൾക്ക് ഉപയോഗിക്കുമെന്നും പറഞ്ഞിരുന്നു. 2 സിഗ്നലുകളുടെ മുകളിലും പരസ്യങ്ങൾ തൂക്കിയിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് ആരും എത്തിയിട്ടില്ല. വലിയ അപകടങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കുന്നംകുളം. എളവള്ളി പഞ്ചായത്തിൽ ടൂറിസം വികസനത്തിന് ഊന്നൽ നൽകി ചിൽഡ്രൻസ് പാർക്കും കയാക്കിങ്ങും നിർമ്മാണം തുടങ്ങി. പഞ്ചായത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയാണ് മണച്ചാലിൽ ചിൽഡ്രൻസ് പാർക്കും കയാക്കിങ്ങും നിർമ്മിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ് 50 ലക്ഷം രൂപയും എളവള്ളി പഞ്ചായത്ത് 35 ലക്ഷം രൂപയും വകയിരുത്തി 85 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഒരു ടൂറിസം പദ്ധതി എന്ന സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 30 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തത്. പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലയിലെ 3 പഞ്ചായത്തുകളിൽ ഒന്നാണ് എളവള്ളി. മണച്ചാൽ ചെറിയ തടാകത്തിനോട് ചേർന്നാണ് ചിൽഡ്രൻസ് പാർക്ക് തയ്യാറാക്കുന്നത്. മൂക്കന്ത്ര വരെ കയാക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. നിർമ്മാണ പ്രവർത്തനങ്ങൾ മെയ് 31-നകം പൂർത്തീകരിക്കും. തുടർന്ന് പദ്ധതി ടൂറിസം ഏജൻസികൾക്ക് കൈമാറും. ചിൽഡ്രൻസ് പാർക്കിന്റെ ശിലാസ്ഥാപനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കണിമംഗലം പാടത്ത് നിർമ്മിച്ച താൽക്കാലിക ബണ്ട് കൃഷിയെ ബാധിക്കുന്നതായി കർഷകർ. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ട് 19 മാസങ്ങൾ പിന്നിട്ടു. അവണിശ്ശേരി പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും മുടങ്ങിക്കിടക്കുകയാണ്. കണിമംഗലം പാലത്തിലെ നിർമ്മാണം പൂർത്തിയായ ശേഷമേ താൽക്കാലിക ബണ്ട് പൊളിച്ചു മാറ്റൂ എന്ന നിലപാടിലാണ് നിർമ്മാണ കമ്പനി. അനുബന്ധ റോഡിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി പണിത് പുതിയ പാലത്തിന് മുകളിൽ ബിറ്റുമിൻ ടാർ ചെയ്ത ശേഷം മാത്രമേ ബണ്ട് റോഡ് പൊളിക്കാനാകൂ എന്ന് കരാർ കമ്പനി എഞ്ചിനീയർ അറിയിച്ചു. എന്നാൽ 1.5 വർഷം കഴിഞ്ഞിട്ടും പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്.
കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 13ാം വാർഷിക ദിനാഘോഷവും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗവും സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗവും തൃശൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി.കെ. ലംബോദരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ജോയ്സ് പീറ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥൻ നായർ, എസ് പ്രഹ്ലാദൻ, ടി.കെ. തോമസ്, മാർട്ടിൻ കെ. മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. 75 വയസ്സ് കഴിഞ്ഞ പോലീസ് പെൻഷൻകാർക്ക് വെൽഫെയർ ബ്യൂറോയിൽ അവരുടെ സേവന മൂല്യം അംഗത്വ ഫീസായി കണക്കാക്കി നിരുപാധിക അംഗത്വവും സഹായവും നൽകണമെന്ന് പോലീസ് മേധാവിയോട് അപേക്ഷിച്ചു. ഇത്തരത്തിലുള്ള പ്രമേയവും യോഗത്തിൽ പാസാക്കി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ ജില്ലയിൽ 1.5 ലക്ഷം പേർ അണിനിരക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരായിട്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ 700ഓളം കിലോമീറ്റർ ദൂരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ ചെറുതുരുത്തി പാലം മുതൽ കൊരട്ടി പൊങ്ങം വരെ 70 കിലോമീറ്റർ ദൂരത്തിലാകും ചങ്ങല അരങ്ങേറുക. കവി സച്ചിദാനന്ദൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, വി.കെ. ശ്രീരാമൻ, സംവിധായകൻ പ്രിയനന്ദനൻ അടക്കമുള്ളവർ ചങ്ങലയിൽ അണിചേരും. തുടർന്ന് ജില്ലയിലെ 18 കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി.പി. ശരത് പ്രസാദ്, പ്രസിഡന്റ് ആർ.എൽ. ശ്രീലാൽ, ട്രഷറർ കെ.എസ്. സെന്തിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അടാട്ട് കോൺവെന്റ് റോഡിലെ സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നില്ലെന്ന് ആക്ഷേപം. വില്ലേജ് രേഖകളിൽ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയ സർക്കാർ ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത്. ഇതിനെതിരെ പ്രദേശവാസിയായ അനൂപിന്റെ നേതൃത്വത്തിൽ 20ഓളം പേർ ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് 60 ദിവസത്തിനകം കയ്യേറ്റം ഒഴിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പഞ്ചായത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതേസമയം സമയപരിധി അവസാനിച്ച് ഏറെക്കാലം പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെ കോടതി അലക്ഷ്യ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരനായ അനൂപ്. കോടതി ഉത്തരവ് നടപ്പിലാക്കി പുറമ്പോക്ക് ഭൂമി നിരവധി കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പഞ്ചായത്ത് റോഡാക്കി മാറ്റണം എന്നാണ് ആവശ്യം. പരാതിയുമായി മുന്നോട്ടു പോകുന്ന തനിക്ക് ഭീഷണികൾ ഉണ്ടെന്നും സമുദായം ഉൾപ്പെടെ തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നും അനൂപ് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടാനപ്പള്ളി ഗണേശമംഗലത്ത് വീട്ടിൽ വെള്ളം ചൂടാക്കുന്നതിനിടെ വസ്ത്രത്തിന് തീപിടിച്ച് വയോധികയ്ക്ക് പൊള്ളലേറ്റു. ഗണേശമംഗലം MLA വളവിന് പടിഞ്ഞാറ് പുതിയ വീട്ടിൽ 70 വയസ്സുള്ള ഷെരീഫയ്ക്കാണ് പൊള്ളലേറ്റത്. മുറ്റത്ത് വെച്ച് വെള്ളം ചൂടാക്കുന്നതിനിടെ അടുപ്പിൽ നിന്ന് വയോധികയുടെ വസ്ത്രത്തിന് തീപിടിക്കുകയായിരുന്നു. പൊള്ളലേറ്റ വയോധികയെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കണമെന്നും മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മറ്റത്തൂർ ബ്രാഞ്ച് വാർഷിക പൊതുയോഗമാണ് സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുന്നതിനും ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രവീൺ M. കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. PU രാഹുൽ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുംകര യൂണിറ്റ് വാർഷിക സമ്മേളനം തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MS ഏലിയാമ്മ അധ്യക്ഷത വഹിച്ചു. VV പരമേശ്വരൻ, KK ഭരതൻ, ജോസ് ആൻഡോ, P. സരസ്വതി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതിയുടെ പുനഃസംഘടനാ യോഗം ലൈബ്രറി കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KN ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി താലൂക്ക് ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് MK ബാബു, താലൂക്ക് ഗ്രന്ഥശാല കമ്മിറ്റി അംഗം NS വിദ്യാധരൻ, ഹക്കീം കളിപ്പറമ്പിൽ, സന്തോഷ് അവിട്ടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ഒമ്പതുങ്ങൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB നിർവഹിച്ചു. വാർഡംഗം സുമേഷ് മൂത്തമ്പാടൻ അധ്യക്ഷത വഹിച്ചു. വാട്ടർ ടാങ്ക് നവീകരണം, പുതിയ മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിക്കൽ, പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി 3,30,30,000 രൂപയാണ് ചെലവഴിച്ചത്. എരുമപ്പെട്ടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിനെ ഗുരുതരമായി പരിക്കേറ്റു. എയ്യാൽ പടിഞ്ഞാറ്റേതിൽ അനൂപിനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റ അനൂപിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ മകരച്ചുവ ദേശപ്പാന നടത്തി. പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശം ഭാരവാഹികളായ K. സുധാകരൻ, KK ശിവദാസ്, C. മനോജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
നെല്ലുവായി മുല്ലയ്ക്കൽ ഭരണിവേലയുടെ ഭാഗമായി സ്വരലയ പ്രോഗ്രാം കമ്മിറ്റിയുടെ 25ാമത് വാർഷികാഘോഷം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. സ്വരലയ പ്രസിഡന്റ് ടി.കെ. ശിവൻ അധ്യക്ഷനായി. തുടർന്ന് സിനി ആർട്ടിസ്റ്റ് അനിയപ്പന്റെ നേതൃത്വത്തിൽ കോമഡി ഷോയും അരങ്ങേറി. അങ്ങനെ സീതാദേവിക്ക് ഒരു വിഷമമുണ്ട്. എങ്ങനെയാ അപ്പോഴാണ് മാള ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങൾ കഥാവിഷ്കാരങ്ങളായി ചുമർ ചിത്രങ്ങളുടെ നിറക്കൂട്ടുകളിൽ തെളിഞ്ഞു. വിജ്ഞാനദായിനി സഭയുടെ ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ ചുമരിലാണ് ദേവിയുടെ വിവിധ ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കിടക്കുന്ന ഭാഗത്തെ ചുവരിലാണ് ഐതിഹ്യങ്ങൾ ചിത്രരൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ചാലക്കുടി സായകം ചിത്രശാല ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ AG സെന്തിൽകുമാറും സംഘവും ചേർന്നാണ് ചുമർചിത്രങ്ങൾ ഒരുക്കിയത്. പഞ്ചവർണ്ണങ്ങളിൽ അധിഷ്ഠിതമായ കേരളീയ ചുമർചിത്രകലയിൽ ധ്യാന ശ്ലോകങ്ങളുടെ അകമ്പടിയോടെയുള്ള ചടുലമായ വരകളുടെ ലാളിത്യം കൊണ്ട് വർണ്ണലാവണ്യ സമന്വയമായി ദേവിയുടെ പൗരാണിക ഐതിഹ്യ കഥകളാണ് ചുവരിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. നാടുവാഴിയായ കോടശ്ശേരി കർത്താക്കളുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്ര ഐതിഹ്യങ്ങളാണ് ചുവരിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു 10 ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുള്ളത്. അതെല്ലാം ധ്യാന ശ്ലോകങ്ങളുടെ അകമ്പടിയോടെയാണ്, പഞ്ചവർണ്ണങ്ങളിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. തികച്ചും പാരമ്പര്യ ശൈലിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കഥയും അതിനോടനുബന്ധിച്ച് വരുന്ന ദേവിയുടെ ചരിത്രവും കൂടിയിട്ട് അടങ്ങുന്നതാണ് ഇവിടുത്തെ ചിത്രരചന. ഏകദേശം ഒരു 3 മാസത്തോളമായി നമ്മളിവിടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട്. 10 ചിത്രങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് നിറം പകർന്നിട്ടുള്ളത്. ചിത്തിര ശ്രീധരൻ, വിഷ്ണു തെക്കേടത്ത്, VK വൈശാഖ്, NJ ജിനേഷ്, രമേഷ് ബാലൻ, PS കാവ്യ എന്നിവരാണ് അവസാന ഘട്ടത്തിൽ നേത്രോന്മീലനം നടത്തുന്നത്. പ്രൊഫസർ CK സുരേഷ് കുമാറും വിജ്ഞാനദായിനി സഭാ പ്രസിഡന്റ് CD ശ്രീലാലും ചുമർചിത്ര രചനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി. മാള. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക KI ജിഷ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിനി, അധ്യാപിക സജീഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ഗുരുതരമായി പരിക്കേറ്റ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി വനംവകുപ്പ് സർപ്പ വളണ്ടിയേഴ്സ്. തൃശൂർ വരടിയത്ത് റോഡരികിലെ കാനയിൽ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട വലയിലാണ് മൂർഖൻ പാമ്പ് കുടുങ്ങിയത്. ഒരാഴ്ചയിലേറെയായി വലയിൽ കുടുങ്ങിക്കിടന്ന പാമ്പിനെ കണ്ട് റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന ആൾ വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ സർപ്പ വളണ്ടിയേഴ്സ് അംഗങ്ങളായ ലിജോ കാച്ചേരി, ശരത് മാടക്കത്ര എന്നിവർ പാമ്പിനെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി. പിന്നീട് തൃശൂർ കൊക്കാല വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു. പാമ്പ് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിന്റെ പുതിയ മുഖവാരത്തിന്റെ വെഞ്ചരിപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാതൃകയിലാണ് മുഖവാരം നിർമ്മിച്ചിരിക്കുന്നത്. വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ മെജോ മങ്ങാട്ടിലിയൻ, അത്താണി പീസ് ഹോം ഡയറക്ടർ ജോൺസൺ ചാലിശ്ശേരി, വടക്കാഞ്ചേരി അസിസി കപ്പൂച്ചിൻ ആശ്രമം സുപ്പീരിയർ ഫാദർ സിജോ അരിക്കാട്ട് എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് തിരുനാൾ കൊടിയേറ്റം മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. 60 ലക്ഷം രൂപ ചെലവിട്ടാണ് മുഖവാരം നിർമ്മിച്ചിട്ടുള്ളത്. വെള്ളറക്കാട് ശ്രീ ചിങ്ങംകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ വിവിധ ദേശക്കാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വിവിധ ഉത്സവ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിലക്കാവടികൾ, ശിങ്കാരിമേളം, തിറ, നാടൻ കലാരൂപങ്ങൾ, തമ്പോല, നാസിക് ഡോൾ എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു.
BKMU വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK വിനീഷ് ഉദ്ഘാടനം ചെയ്തു. CPI വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹനൻ ചള്ളിയിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈജു കാട്ടുങ്ങൽ, തിലകൻ കുന്നുമ്മൽ, KA ശിവൻ, TB കൊച്ചുണ്ണി, അജീഷ് നാരാട്ടിൽ, ജോർജ് എന്നിവർ സംസാരിച്ചു. കേരള എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാലാവസ്ഥാ അതിജീവന ശേഷിയും ഊർജ്ജ കാര്യക്ഷമതയും കാർഷിക മേഖലയിൽ എന്ന വിഷയത്തിൽ ജില്ലാതല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തൃശൂരിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഉഷ മേരി ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. തോംസൺ സെബാസ്റ്റ്യൻ, ഡോക്ടർ CG മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാലയിൽ സംസ്ഥാനത്തെ പ്രമുഖ പരിസ്ഥിതി, കാർഷിക, ഊർജ്ജ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്ത ചർച്ചകൾ നയിച്ചു. വടക്കാഞ്ചേരി പാർലിക്കാട് ജ്ഞാനാശ്രമത്തിലെ നന്ദിഗൌറ ഗോശാലയിൽ നടന്ന മാട്ടുപൊങ്കൽ മഹോത്സവം ഗോക്കളുമായുള്ള മനുഷ്യന്റെ ആത്മബന്ധം വിളിച്ചോതുന്നതായി. വിവിധയിനം നാടൻ ജനുസിൽപ്പെട്ട 100-ലധികം കാളകളെയും പശുക്കളെയും സംരക്ഷിക്കുന്ന ഗോശാലയിൽ മഹാഗോപൂജ, നന്ദിപൂജ, മാട്ടുപൊങ്കൽ ചടങ്ങുകൾ നടന്നു. നന്ദിഗൌറ ഗോസേവ ആൻഡ് ജീവരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. നന്ദിഗൌറ ഗോശാല മാനേജിംഗ് ട്രസ്റ്റി കല്യാണി മേനോന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പൊങ്കാല നിവേദ്യം ഉൾപ്പെടെ പശുക്കൾക്ക് വിഭവസമൃദ്ധമായ ആഹാരവും ഒരുക്കിയിരുന്നു. നഗരസഭാ കൗൺസിലർ കവിത കൃഷ്ണനുണ്ണി, BJP വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണനുണ്ണി, ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോക്കൂർ പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നെല്ലിന് കീടനാശിനിയും മൂലകങ്ങളും തളിക്കുന്ന പദ്ധതിയുടെ പ്രദർശനം നടത്തി. 7 മിനിറ്റ് സമയം കൊണ്ട് 1 ഏക്കർ സ്ഥലത്ത് വളവും കീടനാശിനിയും തളിക്കാൻ സാധിക്കും. തവനൂർ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം നടത്തിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ നിർവഹിച്ചു. വാർഡ് മെമ്പർ മൈമൂന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിലെയും പോർക്കുളം പഞ്ചായത്തിലെയും ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ തിരുത്തിക്കാട് ബണ്ടിലേക്ക് പമ്പിംഗ് തുടങ്ങി. ബണ്ടിൽ വെള്ളം നിറയുന്നതോടെ സമീപത്തെ കിണറുകളിലും കുളങ്ങളിലും വെള്ളം വറ്റാതെ നിലനിൽക്കും. പുഞ്ചകൃഷി ആവശ്യമുള്ളപ്പോൾ വെള്ളം തോട്ടിലേക്ക് തുറന്നുവിടുകയും ചെയ്യും. തിരുത്തിക്കാട്, വേദക്കാട് പാടശേഖരങ്ങളിലാണ് വെള്ളം ശേഖരിക്കുന്നത്. ബണ്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മൂലം സമീപ പ്രദേശങ്ങളിലെ ജലക്ഷാമത്തിന് പരിഹാരമാകും. പടിഞ്ഞാറെ വെള്ളാനിക്കര ശ്രീ ആണ്ടുണ്ണിദേവർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പെരുമ്പടപ്പ് വൈദികൻ KP ഋഷികേശൻ സോമയാജിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പുഷ്പരാജ്, ക്ഷേത്രം പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി VN ശങ്കരൻ, ട്രഷറർ PK ഗോപിനാഥൻ, കൺവീനർ VS വിഷ്ണു എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 23-നാണ് ഉത്സവം. കേരള കർഷക തൊഴിലാളി യൂണിയൻ ആളൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താഴേക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. MB ലത്തീഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജിഷ ബാബു അധ്യക്ഷയായി. TC അർജുനൻ, PK സദാനന്ദൻ, KC സജയൻ, ദിബിൻ പാപ്പച്ചൻ, MP ഷാജി, KK ജോഷി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി അനസ് കൈപ്പിള്ളി ചുമതലയേറ്റു. കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മുൻ പ്രസിഡന്റ് സുഭാഷ് അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ചാഴൂർ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന കൗൺസിൽ അംഗം KV ഇന്ദുലാൽ ഉദ്ഘാടനം ചെയ്തു. BKMU ചാഴൂർ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് KA ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ഷൈജു, ഭാരവാഹികളായ PR കൃഷ്ണകുമാർ, BA ബെന്നി, ED പവിത്രൻ, സുനില ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിമല കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ പാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്റ്റാർ ഓഫ് വിമല കോൺടെസ്റ്റ് സംഘടിപ്പിച്ചു. 2024 സ്റ്റാർ ഓഫ് വിമലയായി ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനി J ശ്വേതയെ തിരഞ്ഞെടുത്തു. K ശ്രീലക്ഷ്മി, പവ്യ പൗലോസ് പാറേക്കാട്ട് എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി.
കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കോർഡിനേറ്റർ ഡോക്ടർ സിസ്റ്റർ മരിയറ്റ് എ തേറാട്ടിൽ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ്, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സിസ്റ്റർ ടെസീന പി ഇമ്മട്ടി, ഡോക്ടർ കെ എ മാലിനി, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ OJ ജോയ്സി എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വരന്തരപ്പള്ളി കോരനൊടി പുതുക്കുളത്തിൽ വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ. കുളത്തിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൈപ്പറമ്പ്, പുത്തൂർ, തിരുവാണിക്കാവ് ഉത്സവത്തിനിടെ ആനയിടഞ്ഞതിനെ തുടർന്ന് വാദ്യക്കാരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കച്ചവടക്കാരുടെ സ്റ്റാളുകൾ ആന തകർത്തു. നടത്തറ കൊഴുപ്പുള്ളിയിൽ 22 കിലോ കഞ്ചാവ് എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട് വീട്ടിലുണ്ടായിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. ലോക്സഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് TN പ്രതാപനു വേണ്ടി തൃശൂരിൽ വീണ്ടും ചുമരെഴുത്ത്. എളവള്ളിയിലാണ് വിലക്ക് ലംഘിച്ച് മതിലിൽ ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. അവണിശ്ശേരി 7 കമ്പനിക്ക് സമീപം ഫർണിച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു. 7 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. മലക്കപ്പാറ മേഖലയിലെ റോഡ് നവീകരണം വിനോദസഞ്ചാരികളുടെ സന്ദർശനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.